കേരള സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയുടെ ജാതി അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഡീൻ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഉമേഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഇന്നലെയാണ് വിപിൻ വിജയൻ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിൽ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൊഴി രേഖപ്പെടുത്തുകയും ഇന്നിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡീൻ ഭാഷാ വിഭാഗം ഡീൻ CN വിജയകുമാരിക്കെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാതെ ലഭിക്കാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും തുടർ നടപടി ഇതിൽ ഏറ്റവും നിർണായകമാകും. CN വിജയകുമാരിയെ ചോദ്യം ചെയ്ത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ അതോ മറ്റ് നിയമോപദേശമടക്കം തേടിയ ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആരംഭിക്കുന്നത് CN വിജയകുമാരി ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനെതിരെ VC-ക്ക് ഒരു പരാതി നൽകുന്നു. ഇത്തരത്തിൽ സംസ്കൃതം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു വ്യക്തിക്ക് ഗവേഷണ പ്രബന്ധം അംഗീകരിച്ചുകൊണ്ട് PhD അനുവദിക്കരുത് എന്നായി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പരാതി പുറത്തു വന്നതിന് പിന്നാലെ വിപിൻ വിജയൻ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് ഉണ്ടായത്. തൻ്റെ MPhil പ്രബന്ധം സർട്ടിഫൈ ചെയ്ത ആളാണ് വിജയകുമാരി ടീച്ചർ. വിജയകുമാരി ടീച്ചർക്ക് എങ്ങനെയാണ് താൻ PhD ചെയ്യുമ്പോൾ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ആളായി മാറിയത്? അതിൽ ജാതി വിവേചനമുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ താൻ ഈ ഗവേഷണ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഈ ഡിപ്പാർട്ട്മെന്റിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. വൈസ് ചാൻസലർ കൃത്യമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.